എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നെടുത്തിരിക്കുന്നത് ബോഡി മാസ് ഇൻഡെക്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ പ്രായം, വെയിറ്റ്, ഹൈറ്റ് എന്നിവ ആനുപാതികമായിട്ട് നമുക്ക് എത്രത്തോളം വെയിറ്റ് നമുക്ക് പൊക്കം അനുസരിച്ച് ശരീരത്തിന് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളത് കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തൂക്കുകോലാണ് ബോഡി മാസ് ഇൻഡെക്സ്. ഇപ്പോൾ ഞാനിവിടെ അടിച്ചിരിക്കുന്ന 178 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരാളുടെ വെയിറ്റ് 89 കിലോഗ്രാമാണ്. അപ്പോൾ അയാൾ അമിതഭാരമാണ്. അതുപോലെ തന്നെ ഞാൻ 66 കിലോ ഇട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അത് നോർമൽ വെയിറ്റാണ്. അതായത് 58-നും 77-നും ഇടയ്ക്കുള്ള വെയിറ്റേ പാടുള്ളൂ ശരിക്കും അയാൾക്ക്. കാരണം 57 ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ള വെയിറ്റാണ്. 178 സെൻറ്റിമീറ്ററുള്ള ആൾക്ക് 57 കിലോ എങ്കിലും വേണം, 57-58 കിലോ എങ്കിലും വേണം. അതിന് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുപോലെ തന്നെ 100 കിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ വെയിറ്റ് ഒബീസിറ്റിയാണ്. നമ്മളുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള ഫാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മളുടെ വെയിറ്റ് അറിയാം, ഹൈറ്റ് അറിയാമെങ്കിൽ നമുക്കിങ്ങനെ നമ്മളുടെ ശരീരം ആരോഗ്യമുള്ള ശരീരമാണോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ ആരോഗ്യപരമല്ലാത്തൊരു വെയിറ്റ്, അതായത് നമ്മളുടെ പറഞ്ഞിരിക്കുന്ന വെയിറ്റിനേക്കാളും താഴത്തോട്ട് പോയിട്ടുള്ള വെയിറ്റ് ആണോ എന്ന് നമുക്കിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് കാൽക്കുലേറ്ററിൽ ചെന്നിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. കാൽക്കുലേറ്ററിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുമ്പോൾ ബയോമാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ കിടപ്പുണ്ടാവും. അതുപോലെ തന്നെ ഈ 155 ഓരോ വയസ്സുള്ള കുട്ടികളിലെ ഇങ്ങനെ എടുത്ത് നോക്കാം. ഞാൻ ആ വയസ്സ് മാറ്റിയിട്ടില്ല, 30. ഞാൻ ആ ഹൈറ്റും വെയിറ്റും മാത്രം മാറ്റി ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഹൈറ്റും വെയിറ്റും വയസ്സും മാറ്റിയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓരോ വെയിറ്റിനനുസരിച്ചുള്ള ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റിനും മാറിക്കൊണ്ടിരിക്കും. ഹൈറ്റ് അനുസരിച്ചാണ് വെയിറ്റ് മാറുന്നത്, അല്ലാതെ വെയിറ്റ് അനുസരിച്ചല്ല ഹൈറ്റ് മാറുന്നത്. ഹൈറ്റിന് അനുസരിച്ച് വെയിറ്റ് നമ്മൾ കുറച്ച് കൂട്ടിക്കൊണ്ടിരിക്കണം. കണ്ടോ, 10 വയസ്സൊന്നും കണക്കാക്കാൻ പറ്റില്ല, 14 വയസ്സ് തൊട്ടുള്ളതേ കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ 14 വയസ്സ് വരെ ഉള്ളത്, 14 വയസ്സ് തൊട്ട് താഴത്തോട്ടുള്ളത് മാത്രമേ കാൽക്കുലേറ്ററിൽ കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോഴും നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഓരോ ഡേറ്റാസും നമുക്കിങ്ങനെ കാണിക്കും എത്ര വെയിറ്റ് ഒരു 14 വയസ്സുള്ള കുട്ടിക്ക് പാടുണ്ടെന്നുള്ളത്. 125 സെൻറ്റിമീറ്ററുള്ള കുട്ടിയാണെങ്കിൽ നമുക്ക് 25-35 കിലോ മാക്സിമം പാടുള്ളൂ. 35 കിലോ അവിടെ കാണിച്ചിട്ടുണ്ട്. അതേണ്ട സജസ്റ്റഡ് വെയിറ്റ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ടാവും. അങ്ങനെ ഓരോ വെയിറ്റ് കാറ്റഗറിയും നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. കാരണം 19.2 എന്ന് പറഞ്ഞാൽ നോർമൽ വെയിറ്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് 30 കിലോ ഇടുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിൽ നമുക്ക് ഈ കാൽക്കുലേറ്ററിൽ കണക്കാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ക്രോമിൽ ചെല്ലുക, അല്ലെങ്കിൽ ഗൂഗിളിൽ ചെന്നിട്ട് ഇങ്ങനെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിങ്ങനെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലിങ്ങനെ ആദ്യം തന്നെ വരുന്നത് BMI എന്ന് പറഞ്ഞ് കിടപ്പുണ്ടാകും. അതിൽ മെട്രിക് അതർ യൂണിറ്റ്സ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അവിടെ നമ്മളുടെ വയസ്സടിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ 10 വയസ്സാണ് കൊടുക്കുന്നത്. മെയിലെന്ന് പറഞ്ഞ് കൊടുത്തു. അത് എൻ്റെ ഹൈറ്റ് എടുത്തു. ഹൈറ്റിൻ്റെ അവിടെ ഇങ്ങനെ ഫീറ്റ് ഇതെന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നത്. അപ്പം ഞാൻ നേരെ മുകളിൽ ചെന്നിട്ട് അത് മെട്രിക്കിലേക്ക് മാറ്റുകയാണ്. നേരെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടോ US യൂണിറ്റ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ടാവും. അതിലേക്ക് നമ്മൾ നേരെ മാറ്റി സെൻറ്റിമീറ്ററും കിലോഗ്രാമൊക്കെ ഉള്ളത്. സോറി കേട്ടോ, കിലോഗ്രാം എന്നാണ് ഉദ്ദേശിച്ചത്. കാരണം അതിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാലയ്ക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പൗണ്ട്, വെയിറ്റ് എന്നൊക്കെ പറഞ്ഞ്, ഫീറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അറിയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ കൊടുക്കാവുന്നതാണ്. എനിക്ക് സെൻറ്റിമീറ്റർ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ സെൻറ്റിമീറ്ററും കിലോഗ്രാമൊക്കെ ഇട്ട് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടോ, ഇവിടെ എല്ലാ ഡീറ്റെയിൽസും ഇങ്ങനെ കൊടുത്ത് വരുന്നുണ്ട്. നമുക്ക് ഇത്ര വെയിറ്റ് പാടുള്ളൂ എന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം വെയിറ്റ് കൊടുത്തപ്പോൾ അത് ഒബീസിറ്റി ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒബീസിറ്റി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വെയിറ്റ് ഒന്നും കൂടി കുറക്കണം. വെയിറ്റ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള വെയിറ്റ് കിട്ടും. 30-20 കിലോ കൊടുത്തു കഴിഞ്ഞപ്പോൾ കണ്ട നമ്മൾ അണ്ടർ വെയിറ്റ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അണ്ടർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വെയിറ്റിനേക്കാളും
നോർമൽ വെയിറ്റിനേക്കാളും താഴത്തോട്ട് പോകുമ്പോൾ വേണ്ട ഹെൽത്തി വെയിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ടോ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ബോഡി മാസ് ഇൻഡെക്സിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കാൽക്കുലേറ്ററിൽ ചെന്നിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കൺവെർട്ടർ എന്ന് പറഞ്ഞ മുകളിൽ ഇങ്ങനെ കിടപ്പുണ്ടാവും. അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും അടിയിൽ BMI എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടപ്പുണ്ടാവും. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ എടുക്കുന്നതിന് പകരം നേരെ ഡയറക്റ്റായിട്ട് BMIയിലേക്ക് തന്നെ പോയാൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപയോഗപ്രദമായിരിക്കും. നിങ്ങളെപ്പോഴും ഹൈറ്റും വെയിറ്റും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.